അങ്ങനെ ഭാഗവതം തന്നെ ഭാഗവതത്തെക്കുറിച്ച് പറയുന്നത് ഇതിൽ പരമമായ ജ്ഞാനമാണ് സർവത്ര ഉപദേശിച്ചിരിക്കുന്നത്. ശരി, അപ്പോ ഗീതയിലെന്താ ഭഗവാൻ തീർത്തു പറഞ്ഞില്ല? ഗീതയിൽ തർക്കമാണിവിടെ. നേരം വെളുത്താൽ കർമ്മത്തിനാണോ ഗീതയിൽ പ്രാധാന്യം, ഭക്തിക്കാണോ പ്രാധാന്യം, അതോ വേറെ യോഗത്തിനാണോ പ്രാധാന്യം? അത് ഗീത പറഞ്ഞിരിക്കുന്നില്ലേ? എന്താ ഇതിന്റെ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരം മയ അർജുന. ഞാൻ ഇതേവിടെ നിനക്ക് എന്താ ഉപദേശിച്ചത്? ജ്ഞാനം. മറ്റുപദേശിച്ചതൊക്കെ ഈ ജ്ഞാനം വ്യക്തമാകാൻ വേണ്ടി മാത്രം, ജ്ഞാനമെന്ന ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി മാത്രം. ഇത് ഗുഹ്യതമം ജ്ഞാനമിതമുക്തം മയാനഖ ഇത് വിമർശീതദശേഷേണ ഇതിത്തെ ജ്ഞാനമാഖ്യാതം. ഞാൻ ജ്ഞാനം നിനക്ക് പറഞ്ഞു തന്നു. ഗുഹ്യതരം മയ വിമർശീതദശേഷേണ. കണ്ണുമടച്ച് വിശ്വസിക്കണ്ട, നല്ലവണ്ണം വിചാരം ചെയ്തുറപ്പിച്ച് ശാസ്ത്രീയമായി ചിന്തിച്ച് യഥേച്ഛസി തഥാ ഗുരു. നിന്റെ മനസ്സിന് വ്യക്തമായ ഉറപ്പ് വരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. ഇങ്ങനെ ജ്ഞാനമാണ് ഭഗവാൻ ഉപദേശിച്ചത്. 4-ാം അധ്യായത്തിൽ ഭഗവാൻ അങ്ങോട്ട് അനേകതരം യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു. ദ്രവ്യയജ്ഞം, തപോയജ്ഞം, ദാനയജ്ഞം, പ്രാണായാമയജ്ഞം, ഇങ്ങനെ അനേകം യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടൊടുവിൽ എന്തു പറയുന്നു? ശ്രേയാൻ ദ്രവ്യമയാജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ. അർജുന, ഈ പറഞ്ഞ യജ്ഞങ്ങളെക്കാളൊക്കെ ശ്രേയസ്കരമായ, നേരിട്ട് ജീവിതത്തെ അത്യധികം ധന്യമാക്കുന്നത് എന്താണ്? ജ്ഞാനയജ്ഞം. ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സത്യം ഉറപ്പിക്കാൻ വേണ്ടി പുസ്തകം വായിക്കുക, സത്യം ഉറപ്പിക്കാൻ വേണ്ടി പ്രഭാഷണങ്ങൾ കേൾക്കുക, അന്യോന്യം ചർച്ച ചെയ്യുക, തത്ചിന്തനം തത്കഥനം, അന്യോന്യം തത്പ്രബോധനം. അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, ആ ബ്രഹ്മത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് തന്നെ പരസ്പരം സംസാരിക്കുക. അന്യോന്യം തത്പ്രബോധനം. ഏതദേകപരത്വം. നേരത്തെ പറഞ്ഞതുപോലെ എവിടെ എന്തു കണ്ടാലും ബ്രഹ്മമാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഏതദേകപരത്വം ച ബ്രഹ്മ അഭ്യാസം വിദുർബുധാ. ഇതാണ് ബ്രഹ്മ അഭ്യാസം, ഇതാണ് ജ്ഞാനയജ്ഞം. അർജുന, ഈ ജ്ഞാനയജ്ഞം നടത്തുമെങ്കിൽ പിന്നെ വേറെ ഒരു യജ്ഞവും വേണ്ട, ഒരു യജ്ഞവും. ഇത് മാത്രം മതി, ഇത് മാത്രം. അടുക്കളയിൽ പോലും സർവം ബ്രഹ്മമയം. പാചകം ചെയ്യുന്നതൊക്കെ ബ്രഹ്മയജ്ഞം. വാസ്തവത്തിൽ അതൊന്ന് ഉൾക്കൊള്ളാമെങ്കിൽ ഈ ഈശ്വരന് വേണ്ടി പരിഭ്രാന്തരായി ഓടി നടക്കുകയും ഉണ്ടാക്കിയ പണം മുഴുവൻ വ്യർത്ഥമായി ചെലവാക്കുകയും പാടുപെട്ട് കഷ്ടപ്പെടുകയും ചെയ്യേണ്ട കാര്യം വല്ലതുമുണ്ടോ? ശ്രേയാൻ ദ്രവ്യമയാജ്ഞ ജ്ഞാനയജ്ഞ പരന്തപ. എന്തുകൊണ്ട്? സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത്തെ. എന്ത് തീർത്തു പറഞ്ഞിരിക്കുന്നു? ജ്ഞാനം കിട്ടിക്കഴിഞ്ഞോ? ജ്ഞാനം ബുദ്ധിക്കെങ്കിലും ഉറപ്പുവന്നോ? കർമ്മമൊക്കെ തീരുന്നു. ഒന്നേ ഉള്ളൂ എന്ന് ശാസ്ത്രീയമായി ബുദ്ധിക്ക് പിടികിട്ടി. ഇനി എന്ത് കർമ്മം? ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ എന്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നു? ഇവിടെ അല്ലാതെ കർമ്മം വേറെ എവിടെ അവസാനിക്കും? കർമ്മം അവസാനിക്കുന്നില്ലയോ? ബന്ധം. മരിക്കാൻ കിടക്കുന്നു, കർമ്മം അവസാനിക്കുന്നില്ല. എങ്ങനെ അറിയാം? കർമ്മമൊക്കെ ഉണ്ടാക്കുന്നത് ആഗ്രഹമാണ്. ഭൗതിക തലത്തിൽ പലതും നേടണമെന്ന് ആഗ്രഹം വന്നു, കർമ്മം ചെയ്യുന്നു. അവിദ്യ, കാമം, കർമ്മം, ഇതാണ് നിയമം. അവിദ്യ പരമസത്യം എന്തെന്ന് അറിഞ്ഞുകൂടാ, സുഖിക്കണം, ആഗ്രഹമുണ്ട്. അവിദ്യ, കാമം, സുഖിക്കണം. എന്താ? കർമ്മം ചെയ്യൂ. അങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്. നേരെ മറിച്ച് വിദ്യ കൊണ്ട് ആ പരമതത്വം ഒന്നേ ഉള്ളൂ എന്ന തത്വം ഉറപ്പാക്കിയെങ്കിലോ
കാമമില്ലാത്ത പരമസുഖം. പിന്നെ എന്തിനു വേണ്ടി കാമിക്കണം? അർജുന, എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല, എനിക്കിനി ഒന്നും കിട്ടാനില്ല. ഞാൻ യസ്ത്വാത്മരതിരേവ സ്യാത്, കൃഷ്ണൻ തന്നെ ഗീതയിൽ പറയുന്നു, യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യത്തെ. ആരാണോ ആത്മാവിൽ സുഖം കണ്ടെത്തിയവൻ അനവരതം സൗഖ്യമെന്നു തന്നെ വരും. അതൊന്ന് പിടികിട്ടിയാൽ, അത് പിടികിട്ടാൻ വേറൊന്നുമില്ല, ആത്മാവിന് ഉള്ളിലേക്ക് നോക്കിയത് കൊണ്ടൊന്നും അത് പിടികിട്ടില്ല. ഇവിടെ ഒന്നേ ഉള്ളൂ, ഭേദചിന്ത ഇല്ല, രാഗദ്വേഷങ്ങളില്ല.